JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയുടെ എക്സാം ഡേറ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷാ തീയതി എന്നാണ്. അതിൻ്റെ അകത്ത് എത്ര അപേക്ഷകരാണ് ഉള്ളത്, അതിന്റെ വിശദമായിട്ടുള്ള സിലബസ്, അതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാം ക്രാക്കർ ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഏറ്റവും പുതിയ സിലബസും ഓരോ ടോപ്പിക് എന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അസിസ്റ്റന്റ് ഗ്രേഡ് 2 435/2023 686/2023 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഈ രണ്ട് പരീക്ഷയുടെ കോമൺ എക്സാം ആയിട്ടാണ് നടക്കുന്നത്. 24/8/2024 സാറ്റർഡേ ആണ് പരീക്ഷ. 34,798 പേരാണ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് 37,120 പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 24/8/2024 പരീക്ഷ. ഈ പരീക്ഷയുടെ വിശദമായിട്ടുള്ള എക്സാം ക്രാക്കർ ആയിട്ടുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. നമുക്കിനി വിശദമായിട്ടുള്ള സിലബസ് നമുക്ക് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ആൻഡ് ഡീറ്റെയിൽഡ് സിലബസ്. ജനറൽ നോളജ് ഹിസ്റ്ററി 5 മാർക്ക്, ജിയോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക്, കേരള ഗവേൺസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 4 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ഇതിന് 4 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 8 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളം അതിന് 10 മാർക്ക്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 20 മാർക്ക്. ഇങ്ങനെയാണ് ഇതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ സ്പെഷ്യൽ ടോപ്പിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 20 മാർക്കാണ്, റീജിയണൽ ലാംഗ്വേജ് മലയാളം 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 10 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 8 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 4 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 4 മാർക്ക്, കേരള ഗവേൺസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ജിയോഗ്രഫി 5 മാർക്ക്, ഹിസ്റ്ററി 5 മാർക്ക്. ഇങ്ങനെയാണ് ഇതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതാണ് ഏറ്റവും പുതിയ സിലബസ്. ഈ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാം ക്രാക്കർ ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ, പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് നമുക്ക് നോക്കാം. കട്ട് ഓഫ് മാർക്ക് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ളത് 72.58 ആണ് മുൻ വർഷങ്ങളിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500, 60, 700 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.